ഹലോ, എൻ്റെ അലോവേരയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർ അലോവേര ജെൽ ഉണ്ടാക്കുന്നത് അവർ ചിലർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഈ ക്ലിയർ ജെല്ല് കിട്ടിയതെന്ന്. അതിനുള്ളൊരു ആൻസറാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ജ്യൂസ് ഉണ്ടാക്കി ഫിൽട്രേഷൻ കഴിഞ്ഞ് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഒരു ജെല്ല് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഫേസിന് നമ്മൾ 10-15% ഒറിജിനൽ ജ്യൂസ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനൽ ജ്യൂസാണ്. അതുപോലെ തന്നെ നമ്മൾ ഫേസിൽ നമ്മൾ ഇത് ഫുൾ ജെല്ലാക്കി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്ത് സ്റ്റിക്കിനെസ് കൂടും. അപ്പോൾ പൊതുവേ ഇത് ജെല്ലാക്കി, അതായത് ഫുൾ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ ജെല്ലാക്കി വെച്ചാൽ നമുക്ക് പല ക്രീമുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ക്രീം അതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ ക്ലിയർ അലോവേര ജെല്ലായിട്ട് ഉണ്ടാക്കുമ്പോൾ 10-15% മാത്രം നമ്മൾ അലോവേരയുടെ ജ്യൂസ് എടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഡീമിനറൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടി, നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ആ തിക്കനിങ് ഏജൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ പോകുമ്പോൾ പല ടൈപ്പ് ഗമ്മുകളുണ്ട്, സോളാ ഗം അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാന്താൻ ഗം, അങ്ങനെ. അപ്പോൾ ഈ ഗമ്മുകൾ സാന്താൻ ഗം ക്ലിയർ വലിയ കുഴപ്പമില്ല, എന്നാലും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. ഞാനിതിൽ ഉപയോഗിച്ചത് സെപ്പി മാക്സ് എൻ എന്ന് പറയുന്ന കോൾഡ് പ്രോസസ്സിങ് എമിൾസിഫയറാണ് ഞാനിതിൽ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് എനിക്കിത്ര, അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ഇത്രയും ക്ലിയർ ജെല്ല് നമുക്ക് കിട്ടുന്നത്. എന്നാൽ അതിൻ്റെ അലോവേരയുടെ ഗുണവും കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട്. ഇനി നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഇതിപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടിയല്ലേ. അടുത്തത് ഞാനൊരു അലോവേരയുടെ ജ്യൂസ് ഉണ്ടാക്കി വെക്കുമ്പോൾ എനിക്ക് ജ്യൂസിൻ്റെ ക്ലാരിറ്റി, അതായത് അലോവേരയുടെ തണ്ട് മൂക്കും തോറും ക്ലാരിറ്റി കുറയും, പക്ഷെ ഗുണം കൂടും. അപ്പോൾ ഈ ഇത്രയും ക്ലാരിറ്റി ഉണ്ടാവണമെന്ന് ഇതില്ല. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയും കൂടി നമുക്കുണ്ട്. അതായത് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ കളർ വേരിയേഷൻ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അത്ര ഭയങ്കര കളർ വേരിയേഷൻ അല്ല, എന്നാലും ചെറിയ കളർ വേരിയേഷൻ വരും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീബക്തോൺ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഓയിലുണ്ട്. അത് ഓരോ രാജ്യത്തിനനുസരിച്ചും വ്യത്യാസമാണ്, ഓരോ സീസൺ അനുസരിച്ചും അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ചില എസെൻഷ്യൽ ഓയിലുകൾ. അപ്പോൾ ഈ കളർ ചേഞ്ച് വളരെ ഈ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്ട്സ് കൊടുക്കുമ്പോൾ അതിൽ വളരെ ഇതായിട്ട്, പക്ഷേ സിന്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം അത് ലാബിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് അത്ര വലിയ ആ സെയിം ആയിട്ടുള്ള കളർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പൊതുവേ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഇറക്കം വേണ്ടുമ്പോൾ ലേബിലും അത് ഇങ്ങനെ മെൻഷൻ ചെയ്യും, അത് കളർ വേരിയേഷൻ വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈവൻ ചില ഇതിന് മണം ചില സീസൺ അനുസരിച്ച്, ഇപ്പോൾ നമ്മൾ ഈ തേനൊക്കെ പറയില്ലേ, തേൻ ഓരോ സീസണിൽ ചിലത് ടേസ്റ്റിന് ഡിഫറൻസ് വരും. അതായത് പൂക്കളിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് പല പൂക്കളുടെ ടേസ്റ്റ് അങ്ങനെയൊക്കെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും സംഭവിക്കുന്നത്. ഇതാണ് എൻ്റെ അലോവേര ജെല്ലിൻ്റെ സീക്രട്ട്. പുഷ്പത്തിൻ്റെ ക്രീമിൻ്റെ പ്രിപ്പറേഷനിലാണ് അപ്പോൾ നാളെ മറ്റന്നാളായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.